സ്കിറ്റിലെ ഇൻസ്പിറേഷൻ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നിലെ താലന്തുകളുടെ ഉപമയിൽ നിന്നാണ്. ഈ സ്കിറ്റ് നടക്കുന്നത് തിരക്കേറിയ ദുബായ് നഗരത്തിലാണ്. ഒരു സക്സസ്ഫുൾ ബിസിനസ്മാനായ മിസ്റ്റർ അനിൽ ഇപ്പോൾ ഒരു ഫൈനാൻഷ്യൽ ക്രൈസിസിലാണ്. ഒരു ലീഗൽ ഇഷ്യൂ റിസോൾവ് ചെയ്യുന്നതിനായി അദ്ദേഹത്തിന് യുഎസിലേക്ക് പോകണം. ഒരു വർഷമോ അതിൽ കൂടുതൽ സമയമോ അദ്ദേഹത്തിന് അവിടെ താമസിക്കേണ്ടതായിട്ടുണ്ട്. ഈ സ്കിറ്റിലെ ഓരോ ക്യാരക്ടറും അവരുടെ റെസ്പോൺസിബിലിറ്റി എങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. എനിക്ക് അത്യാവശ്യമായി അമേരിക്കയിലേക്ക് പോകണം. അവിടെ ഞാൻ പുതുതായി തുടങ്ങി വെച്ച കമ്പനിയിൽ ചെറിയ ലീഗൽ ഇഷ്യൂസ് ഉണ്ട്. അതെല്ലാം എനിക്ക് സോൾവ് ആക്കണം. ഇത് കോടതി ഇഷ്യൂ ആയതുകൊണ്ട് ഒരു വർഷം എടുക്കും. അതുകൊണ്ട് എന്റെ കുടുംബം എന്നോടൊപ്പം വരും. ഇതിന്റെ പുറകെ നടക്കുമ്പോൾ തിരക്കിലായിരിക്കും. അതുകൊണ്ട് എനിക്ക് ദുബൈയിലെ കമ്പനി നോക്കി നടത്താൻ കഴിയില്ല. എന്റെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ വളരെ കഴിവുള്ളതാണ്. ഷീ വിൽ ഹാൻഡിൽ എവരിതിങ്. കോൾ ഹർ ആൻഡ് സ്റ്റോപ്പ്. Look, George, you should handle the day-to-day activities here. കുറഞ്ഞത് ഒരു വർഷത്തേക്ക്. I trust you and your managers will help you. Call Thomas. Thomas, who are these people with you? ഈ ആൾക്കാരെ എന്നോട് ജോലിക്ക് വേണ്ടി അഭ്യസിച്ചായിരുന്നു. ഞാൻ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഇവരെ റിക്രൂട്ട് ചെയ്യാമെന്ന് കരുതുന്നു. നന്നായി തോമസ്, ഇത് ദൈവം മുൻകൂട്ടി നിശ്ചയിച്ചതുപോലെ ഞാൻ ഒരു വർഷത്തേക്ക് മാറി നിൽക്കുകയാണ്. അതുകൊണ്ട് എന്റെ ദിബയിലെ ഫാം ഐ വോണ്ട് യു ടു ടേക്ക് കെയർ ഓഫ് ഇറ്റ്. നീ ഈ പണിക്കാരെ കൊണ്ടുവന്ന വളരെ നന്നായി. താങ്ക് യു. I have $1 million in my bank account and I don't want it to stay idle. Mr. Chacko, I am giving you $1 million. നീ അത് ഇൻവെസ്റ്റ് ചെയ്ത് നല്ല ലാഭം ഉണ്ടാക്കി എനിക്ക് തിരിച്ചു തരുന്നു. ഓക്കേ സർ, ഞാൻ തീർച്ചയായിട്ടും ചെയ്യും. കമ്പനി ഉടമ മിസ്റ്റർ അനിൽ കുടുംബത്തോടൊപ്പം യുഎസിലേക്ക് പോയിട്ട് 6 മാസം കഴിഞ്ഞു. കമ്പനിയുടെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറായ മിസ് ജോയ് കമ്പനി പ്രവർത്തനങ്ങൾ തിരക്കിലാണ്. ഇതേ സമയം ഫാമിലെ ജോലിക്കാർ മിസ്റ്റർ തോമസിന്റെ കൂടെ ചെടികൾ നടുന്ന തിരക്കിലാണ്. വല്ലാത്ത ചൂടാണ്. നമുക്ക് കുറച്ചു നേരം വിശ്രമിക്കാം. അടുത്ത മാസം SL fruits in the market.
ഷാഫിയുടെ ഫൈനാൻഷ്യൽ കമ്പനിയിൽ മിസ് ജെസബൽ ഇവന്റ് മാനേജ്മെന്റ് നടത്താനായി $1 million ആവശ്യമാണ്. മിസ് ജെസബൽ $1 million ആവശ്യമാണ്. അവരുടെ കയ്യിൽ പണമില്ല. ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമെന്ന് അറിയില്ല സാർ. പ്രസിഡന്റ് വിശ്വസിക്കാൻ പറ്റുന്ന നല്ലൊരാളാണ്. നമുക്ക് പൈസ കൊടുക്കാം. മിസ്റ്റർ അനിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അനിൽ ഇപ്പൊ എവിടെയില്ല, അമേരിക്കയില്ല. അനിൽ അഭിമാനമായ ഒരു പണക്കാരന് നമുക്ക് പൈസ കൊടുക്കാം. 1.5 വർഷത്തിന് ശേഷം അനിലും കുടുംബവും ദുബായിലേക്ക് തിരിച്ചെത്തി. Call Joint and Thomas here. Joint, ഞാൻ നിന്നെ എൻ്റെ കമ്പനി വിശ്വസിച്ചേൽപ്പിച്ചു. You have run it faithfully, and so I have decided to give you my company in the USA. I will give you more responsibilities because you have been faithful to me. Thomas, നീ നല്ലവനും വിശ്വസ്തനുമാണ്. ഈ ചെറിയ കാര്യങ്ങളിൽ നീ വിശ്വസ്തത കാണിച്ചിരിക്കുന്നു. I will put you in charge of many things. Come and share my happiness. I am buying a farm in LA. I want you to run that also. Secretary, call sir. ഓ സാറേ, നിങ്ങൾ തിരിച്ചെത്തിയോ? ഞാൻ നിങ്ങളെ പൈസ ജെസിബലിന് കൊടുത്തിരുന്നു. അതിൽ നിന്ന് പകുതി നഷ്ടപ്പെട്ടു. ഇതാണ് പകുതി. Dushta, so you knew where I would have, so you knew that I harvest where I have not sown and gather seeds where I have not sown seeds. And the panam evade? Give it back to me. I am calling the police. Needi ninte jeevitham jailil kazhum. ഈ സ്ക്രിപ്റ്റ് മത്തായി 25:14 മുതൽ 30 പറയുന്ന താലന്തുകളുടെ ഉപമയുടെ ഒരു ന്യൂജൻ വേർഷനാണ്. ബുദ്ധിപരമായ ഒരു ദാസൻ തന്നെ ഏൽപ്പിച്ച താലന്തുകളും കടമകളും ഉത്തരവാദിത്തത്തോടും ബുദ്ധിപരമായും എങ്ങനെ ഉപയോഗിച്ച് നമുക്കിവിടെ കാണാം. ദൈവനാമം തന്നിരിക്കുന്ന കഴിവുകൾ ദൈവനാമ മഹത്വത്തിനായി ചിലവഴിക്കാൻ നമ്മൾ നല്ല കാര്യസ്ഥരായി മുന്നോട്ട് പോകാം. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ.